ഇത് സങ്കല്പിക്കുക. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ചെറിയ വസ്ത്രനിർമ്മാണ കമ്പനി അതിന്റെ യാത്ര ആരംഭിക്കുന്നു. കാലക്രമേണ അത് ആഗോള ഭീമനായി വളരുന്നു. കുട്ടികളുടെ വസ്ത്രനിർമ്മാതാക്കളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന്. ഒരു ക്ലാസിക് വിജയഗാഥ പോലെ തോന്നുന്നു അല്ലേ? എന്നാൽ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിത സംഭവവികാസങ്ങളിൽ ആ കമ്പനിയുടെ MD സാബു എം ജേക്കബ് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ കേരളം വിടുകയാണ്. യെസ്, ദേ ആർ ലീവിംഗ് കേരള. ഈ നാടകീയമായ പിന്മാറ്റത്തിന് കാരണമായത് എന്താണ്? സർക്കാരിന്റെ ചുവപ്പ് നാടയുമായുള്ള പോരാട്ടമായിരുന്നോ? രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കെതിരായ പോരാട്ടമായിരുന്നോ? അതോ അതിലും ആഴത്തിലുള്ള മറ്റെന്തെങ്കിലുമായിരുന്നോ? ഒരു ബിസിനസ് വളർത്താനുള്ള അഭിലാഷവും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു പോര് നിലനിന്നിരുന്നോ? കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ അതിവേഗ വളർച്ചയെ നമ്മൾ വീണ്ടും പരിശോധിച്ചുകൊണ്ട് തുടങ്ങാം. മാത്രമല്ല, ഈ ബിസിനസ് ഭീമനെ അതിന്റെ പ്രിയപ്പെട്ട മാതൃസംസ്ഥാനമായ കേരളത്തിൽ നിന്ന് തെലങ്കാനയുടെ സ്വാഗതാർഹമായ തരങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിച്ച തുടർച്ചയായ പ്രത്യാഘാതങ്ങളെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഈ സങ്കീർണമായ കഥയുടെ ഓരോ ഭാഗവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അതിന്റെ ലളിതമായ ഉത്ഭവത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ ഇന്ത്യയിലെ അധികാരത്തിനായുള്ള നാടകീയമായ പോരാട്ടത്തിലേക്ക് നമ്മൾ നീങ്ങും. ഈ കഥ സ്വപ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും പുരോഗതി നേടുന്നതിന്റെ വിലയെക്കുറിച്ചുമാണ്. നമുക്ക് 1968കളുടെ തുടക്കത്തിലേക്ക് മടങ്ങാം. കേരളത്തിന്റെ തിരക്കേറിയ ഹൃദയഭാഗത്ത് കൊച്ചിക്കടുത്തുള്ള കിഴക്കമ്പലം എന്ന ചെറിയ പട്ടണം ഒരു ബിസിനസ് പ്രതിഭാസത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയായിരുന്നു. MC ജേക്കബ് 8 തൊഴിലാളികളുമായി അന്ന അലൂമിനിയം ലിമിറ്റഡ് സ്ഥാപിച്ചു. 1972 അന്ന അലൂമിനിയം ലിമിറ്റഡ് അതിന്റെ പേര് അന്ന ഗ്രൂപ്പ് എന്ന് മാറ്റി ഒരു പാക്കേജ് ചെയ്ത കറി പൗഡർ ബ്രാൻഡ് ആരംഭിച്ചു. 1978 കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് എന്നതിന്റെ ചുരുക്കപ്പേരായ കിറ്റെക്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡ് അന്ന ഗ്രൂപ്പ് ആരംഭിച്ചു. 1992 കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് ആരംഭിച്ചുകൊണ്ട് അന്ന ഗ്രൂപ്പ് ആഗോള വിപണികളിലേക്ക് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള സംരംഭകനായ MC ജേക്കബിന്റെ മകൻ സാബു എം ജേക്കബ് ആണ് കിറ്റെക്സ് ഗാർമെന്റ്സ് സ്ഥാപിച്ചത്. ചെറിയ ഒരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് തുടങ്ങിയത്. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ചുരുക്കം ചില പ്രാദേശിക ഉപഭോക്താക്കളും ഒരു പിടി ഓർഡറുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. സർഗാത്മകത, ദൃഢനിശ്ചയം, വിപണിക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എന്നിവയുടെ സംയോജനമായ ഒരു സവിശേഷമായ കാര്യം വികസിച്ചുകൊണ്ടിരുന്നു. 2000 ആകുമ്പോഴേക്കും കിറ്റെക്സ് വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ സ്റ്റഡിയായി വളർന്നുകൊണ്ടിരുന്നു. കുട്ടികളുടെ വസ്ത്രവിപണിയിൽ കമ്പനി മികച്ച അവസരം കണ്ടെത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ആവശ്യക്കാരുള്ള ചെറുതെന്ന് തോന്നിക്കുന്ന ഒരു വിപണിയായിരുന്നു അത്. എല്ലായിടത്തും കൊച്ചു കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കുന്ന ഭംഗിയുള്ള ചെറിയ വസ്ത്രങ്ങൾ സങ്കല്പിക്കുക. ആഗോള വിപണിയിൽ ലഭിക്കുന്ന ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. അതും വിശ്വസനീയമായ ഗുണനിലവാരത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വാൾമാർട്ട്, ആമസോൺ, കാർട്ടേഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര റീറ്റെയിൽ ഭീമന്മാരിൽ നിന്ന് ഓർഡറുകൾ ഒഴുകിയെത്തിയതോടെ പ്രാദേശികമായി മാത്രം ലഭ്യമായിരുന്ന കിറ്റെക്സ് ആഗോളതലത്തിൽ തന്നെ ഒരു ഉൽപാദന ശക്തി കേന്ദ്രമായി മാറി. ഉയർന്ന നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾക്കുള്ള ബ്രാൻഡിന്റെ പ്രശസ്തി അതിന്റെ ആകർഷണീയതയായി മാറി. താമസിയാതെ അത് പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ആഗോളതലത്തിൽ ട്രെൻഡുകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ ഗുണനിലവാരവും അളവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിൽ കിറ്റെക്സ് മികച്ചതായി മാറിയിരിക്കുന്നു. അവരുടെ ഉൽപാദന നിരകൾ രാവും പകലും മുഴങ്ങി. അവരുടെ വരുമാന ചാർട്ടുകൾ കുതിച്ചുയർന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കുട്ടികളുടെ വസ്ത്രനിർമ്മാതാക്കളിൽ ഒന്നായി അവർ വളർന്നു. ഇതെല്ലാം കേരളത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നാണ് നേടിയത്. പക്ഷേ തന്റെ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നില്ല സാബു. 2015 അദ്ദേഹം ഒരു ധീരമായ സംരംഭം ആരംഭിച്ചു. കോർപ്പറേറ്റ് പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായ 2020 അദ്ദേഹം ആരംഭിച്ചു. ഫാക്ടറികൾ നടത്തുന്നതിനും ആഗോള വ്യാപ്തി വികസിപ്പിക്കുന്നതിനും അപ്പുറം അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു. 2020 വെറും ഒരു സൈഡ് പ്രൊജക്റ്റ് ആയിരുന്നില്ല. തദ്ദേശ ഭരണത്തെ പുനർനിർവചിക്കാനുള്ള ഒരു അഭിലാഷകരമായ ശ്രമമായിരുന്നു അത്. അതിന്റെ ലക്ഷ്യം തന്റെ പ്രാദേശിക സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിനായി നൂതനമായ രാഷ്ട്രീയ മാറ്റങ്ങളുമായി ശക്തമായ സംരംഭകത്വ ബോധത്തെ സംയോജിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആശയം ലളിതവും എന്നാൽ സമൂലവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തിയ അതേ കാര്യക്ഷമതയും നൂതനത്വവും തദ്ദേശ സർക്കാരിന് നൽകുക. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾ പ്രതികരിച്ചു. വികസനത്തിന്റെ വാഗ്ദാനം മാറ്റത്തിനായി ദാഹിക്കുന്ന ഒരു ജനവിഭാഗത്തിൽ പ്രതിധ്വനിച്ചു. ഇത് ഒരു പുതിയ യുഗത്തിന്റെ ഉദയമായിരുന്നു. ബിസിനസ് മിടുക്കിനും രാഷ്ട്രീയ അഭിലാഷത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ മങ്ങാൻ തുടങ്ങിയ ഒരു സമയം. കിറ്റെക്സിന്റെ സ്വാധീനം വളർന്നതോടെ അതിന്റെ സ്ഥാപകനിൽ നിന്നുള്ള പ്രതീക്ഷകളും വർദ്ധിച്ചു. ഇത് വരാനിരിക്കുന്ന നാടകീയ സംഭവങ്ങൾക്ക് വേദിയൊരുക്കി.
എല്ലാ മഹത്തായ കഥകൾക്കും അതിൻ്റെതായ വഴിത്തിരിവുകൾ ഉള്ളതുപോലെ 2021 മധ്യത്തിൽ കിറ്റെക്സിന്റെ കഥ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവായി. പ്രക്ഷുബ്ധതയാൽ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. നിയന്ത്രണ മേൽനോട്ടത്തിന്റെയും രാഷ്ട്രീയ അധികാര പോരാട്ടങ്ങളുടെയും സമ്മർദ്ദങ്ങൾ ഒരു ടൺ ഇഷ്ടികകൾ പോലെ തകർന്നു വീണ ഒരു കാലം. അപ്രതീക്ഷിതമായി സാബു എം ജേക്കബ് ബിസിനസ് സമൂഹത്തിലും പൊതുജനങ്ങളിലും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. വി ആർ ഡൺ വിത്ത് കേരള. ഭാവിയിലെ നിക്ഷേപങ്ങൾ ഞങ്ങൾ തെലുങ്കാനയിലേക്ക് മാറ്റുകയാണ്. ഈ പ്രസ്താവന വെറും ഒരു ബിസിനസ് തീരുമാനമായിരുന്നില്ല, അതൊരു പൊതുജനാഭിപ്രായമായിരുന്നു. വെറും 30 ദിവസത്തിനുള്ളിൽ തന്റെ കമ്പനി 10 വ്യത്യസ്ത സർക്കാർ വകുപ്പുകളിൽ നിന്ന് പീഡനം നേരിട്ടതായി സാബു ഉദ്ധരിച്ചു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരോഗ്യവകുപ്പ്, തൊഴിൽ, മലിനീകരണ നിയന്ത്രണം, ഫാക്ടറികൾ, ബോയിലറുകൾ എന്നിവയിൽ നിന്നുമുള്ള പരിശോധനകൾ. ഏതൊരു സംരംഭകനായാലും ഇത് ഒരു പതിവ് മേൽനോട്ടമല്ല എന്ന് മനസ്സിലാകും. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നിരന്തരമായ ആക്രമണമാണ്. ഒരു വശത്ത് എല്ലാ പരിശോധനകളും മാനദണ്ഡങ്ങൾക്കുള്ളിലാണെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ഔപചാരിക പരാതികളൊന്നും ഫയൽ ചെയ്തിട്ടില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. മറുവശത്ത് പിറുപിറുപ്പുകളും ആരോപണങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. വർദ്ധിച്ച പരിശോധന യഥാർത്ഥത്തിൽ സുരക്ഷയെക്കുറിച്ചോ നിയന്ത്രണത്തെക്കുറിച്ചോ അല്ലെന്ന് ചിലർ അവകാശപ്പെട്ടു. പകരം രാഷ്ട്രീയ സമ്മർദ്ദത്താൽ നയിക്കപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഒരുപക്ഷെ വാണിജ്യത്തിനും ഭരണത്തിനുമിടയിലുള്ള അതിർവരമ്പുകൾ മങ്ങിക്കാൻ വളർന്നു വരുന്ന ഒരു ബിസിനസിന്റെ ശക്തിയെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണെന്ന് പോലും തോന്നിപ്പിക്കാം. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അതിക്രമമായാലും രാഷ്ട്രീയ പ്രേരിതമായ പീഡനമായാലും അതിന്റെ അനന്തരഫലങ്ങളും ഉടനടിയും കഠിനവുമായിരുന്നു. കേരളത്തിൽ 3500 കോടി രൂപയുടെ വമ്പൻ പദ്ധതി റദ്ദാക്കാൻ കിറ്റെക്സ് നിർബന്ധിതരായി. ഗണ്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുകയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്ന ഒരു കരാർ റദ്ദാക്കൽ ഒരു സാമ്പത്തിക തിരിച്ചടി മാത്രമായിരുന്നില്ല, അത് വ്യക്തമായ ഒരു സന്ദേശം നൽകി. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം മെച്ചപ്പെട്ടതല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലങ്ങൾ പ്രകടമായിരുന്നു. ജീവനക്കാർ അനിശ്ചിതത്വം നേരിട്ടു. അവസരങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് പ്രാദേശിക സമൂഹങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. വാർത്താ ഏജൻസികൾക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. കേരളം നവീകരണത്തിന് പ്രതികൂലമായ മണ്ണായി. ഏറ്റവും ശക്തമായ സംരംഭങ്ങളെപ്പോലും ചുവപ്പ് നാടയും രാഷ്ട്രീയ കുതന്ത്രങ്ങളും കൊണ്ട് അടിച്ചമർത്താൻ കഴിയുന്ന ഒരു സ്ഥലമായി എന്ന് തലക്കെട്ടുകൾ വരച്ചുകാട്ടി. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ബോർഡ് റൂമുകളിലും ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിഷേധിക്കാനാവാത്തതായി മാറി. ഇത് വെറും ഒരു കോർപ്പറേറ്റ് തർക്കത്തേക്കാൾ കൂടുതലായിരുന്നു. പരമ്പരാഗത ഭരണത്തിനും ആധുനിക ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ സൂക്ഷ്മരൂപമായിരുന്നു അത്. മുഴുവൻ പ്രദേശങ്ങളുടെയും സാമ്പത്തിക വിധി രൂപപ്പെടുത്തുന്ന ഒരു പോരാട്ടം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഈ സാഹചര്യത്തിൽ ആ വാതിൽ തെലുങ്കാനയുടെ രൂപത്തിൽ വിശാലമായി തുറന്നു. തീരുമാനം പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനുള്ളിൽ സാബു എം ജേക്കബ് ഹൈദരാബാദിലേക്കുള്ള വിമാനത്തിൽ യാത്ര തിരിച്ചത് സിനിമാറ്റിക് മാറ്റത്തിന് കാരണമായി. തെലുങ്കാനയിൽ നിന്നുള്ള പ്രതികരണം നാടകീയമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മീറ്റിംഗുകൾ ആരംഭിച്ചു, കരാറുകൾ അവതരിപ്പിച്ചു. കിറ്റെക്സിനെ കേരളത്തിൽ നിന്ന് പറിച്ചു നടാൻ ഒരു സമഗ്ര പാക്കേജ് അവതരിപ്പിച്ചു. വേഗത്തിലുള്ള അനുമതികൾ, ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, 2400 കോടി വിലമതിക്കുന്ന അവിശ്വസനീയമായ നിക്ഷേപ കരാർ എന്നിവ വാഗ്ദാനം ചെയ്ത തെലുങ്കാനയുടെ ഓഫർ അവഗണിക്കാൻ പ്രയാസമായിരുന്നു. തന്റെ വിഷനെ ഞെരുക്കിക്കൊണ്ടിരുന്ന ചുവന്ന നാടയുടെ പിടിയിൽ നിന്ന് ഒരു സംരംഭകൻ ഒടുവിൽ രക്ഷപ്പെടുന്നതിന്റെ ആശ്വാസം ഇവിടെ കാണുന്നു. ബിസിനസിനെ അംഗീകരിക്കുക മാത്രമല്ല, അതിനെ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കിറ്റെക്സ് ഹൈദരാബാദിൽ കണ്ടെത്തി. വാറങ്കലിലെ ഒരു അത്യാധുനിക വ്യവസായ പാർക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു പുതിയ പദ്ധതി. ആധുനിക ഉൽപാദന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇത് രൂപകൽപ്പന ചെയ്തിരുന്നു. 4000-ലധികം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ദ്രുതഗതിയിലുള്ള വികസനത്തെയും ഭാവിയിലെ വിപുലീകരണത്തെയും കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് മേഖല ആവേശഭരിതമായി. ഈ മാറ്റം ഇടപാടുകളെ സംബന്ധിച്ച് മാത്രമായിരുന്നില്ല, അതിനു പിന്നിൽ ഒരു പ്രധാന അർത്ഥമുണ്ടായിരുന്നു. ബിസിനസ് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള തെലുങ്കാനയുടെ മുൻകൈയെടുക്കൽ സമീപനം കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരമ്പരാഗത രീതികൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. ക്യാപിറ്റൽ, ടാലന്റ്, ഇന്നൊവേഷൻ എന്നിവയ്ക്കായുള്ള വിശാലമായ പ്രാദേശിക മത്സരത്തിന് ഇത് അടിവരയിടുന്നു. ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയിലായ കമ്പനിയിൽ നിന്ന് തെലുങ്കാനയുടെ വ്യാവസായിക നവോത്ഥാനത്തിലെ ഒരു മുൻനിര നിക്ഷേപമായി കിറ്റെക്സ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാറി. ചെലവ് ലാഭിക്കുന്നതിനോ ലോജിസ്റ്റിക്കൽ സൗകര്യത്തിനോ വേണ്ടിയുള്ളതല്ല ഈ നീക്കം. വളർച്ചയെ യഥാർത്ഥത്തിൽ വളർത്തുന്ന പരിസ്ഥിതിയെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ അത് നിരവധി ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇത് കൗശലക്കാരനായ ഒരു ബിസിനസ്സുകാരന്റെ സമർത്ഥമായ നീക്കമായിരുന്നോ, അതോ കേരള സർക്കാർ സംവിധാനത്തിലെ വലിയ പ്രശ്നങ്ങൾ ഇത് കാണിച്ചു തന്നതാണോ?
ഉത്തരം എന്തുതന്നെ ആയാലും ഒരു കാര്യം വ്യക്തമായിരുന്നു. കിറ്റെക്സിന് തെലങ്കാന ഒരു ലൈഫ് ലൈൻ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾ ബിസിനസ് സമൂഹവുമായി എങ്ങനെ ഇടപഴകണം എന്നതിന് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ കിറ്റെക്സ് ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ചിത്രം ഇരട്ട യാഥാർത്ഥ്യങ്ങളുടെ ഒരു ചിത്രമാണ്. അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗം കേരളത്തിൽ തന്നെയുണ്ട്. അതിന്റെ പൈതൃകവും സ്വത്വവും ഇവിടെ കേരളത്തിൽ നങ്കൂരമിട്ടിരിക്കുമ്പോൾ, അതിന്റെ ഭാവിയുടെ ഹൃദയവും ഊർജവും വിപുലീകരണ പദ്ധതികളും ഇപ്പോൾ തെലങ്കാനയിൽ ഉറച്ചു നിൽക്കുന്നു. വരുമാനം കുതിച്ചുയരുന്നത് തുടരുന്നു. വാറങ്കൽ പദ്ധതി മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. വ്യാവസായിക വളർച്ചയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്ന് ഇത് വാഗ്ദാനം ചെയ്യുന്നു. പലർക്കും ഈ നീക്കം ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ്. നിയന്ത്രണങ്ങളുടെ നിരന്തരമായ അമിതാവേശമില്ലാതെ നിർമ്മാണം നടത്താനുള്ള ഒരു അവസരം. എന്നിരുന്നാലും 2021 ആ നിർഭാഗ്യകരമായ കാലഘട്ടത്തിന്റെ നിഴൽ ഇപ്പോഴും നിലനിൽക്കുന്നു. എപ്പോഴും ഒരു ഔട്ട്സ്പോക്കൺ ബിസിനസ്സുകാരനായ സാബു എം ജേക്കബ് തന്റെ പരാതികൾ തുടർന്നും ഉന്നയിക്കുന്നു. അദ്ദേഹം ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. തന്റെ സംരംഭകത്വ മനോഭാവത്തെ ശ്വാസം മുട്ടിക്കുന്നതായി തോന്നിയ ഒരു വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ ഒരു സാധാരണ സംരംഭകന് ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? നിയന്ത്രണവും വളർച്ചയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ച് കിറ്റെക്സിന്റെ യാത്ര അസ്വസ്ഥമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു വശത്ത് നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. അവ തൊഴിലാളികളെ സംരക്ഷിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ന്യായമായ രീതികൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് നിയന്ത്രണങ്ങൾ വളരെ ഭാരമേറിയതാകുമ്പോൾ അവയ്ക്ക് വിപരീത ഫലമുണ്ടാകും. നവീകരണം തടസ്സപ്പെടുന്നു, നിക്ഷേപം വറ്റുന്നു. ആ നിയമങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ തന്നെ ഒടുവിൽ വലിയ വില നൽകേണ്ടി വരും. ഇന്ന് കിറ്റെക്സിന്റെ ഇതിഹാസം ഒരു മുന്നറിയിപ്പ് കഥയായി വർത്തിക്കുന്നു. കേരളത്തിലും പുറത്തും നിരവധി ബിസിനസ്സുകൾ നേരിടുന്ന പോരാട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി. മികവിനും ആഗോള വിജയത്തിനും വേണ്ടിയുള്ള പരിശ്രമം ശരിക്കും പ്രശംസനീയമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ യാത്ര എളുപ്പമല്ല. പാത പലപ്പോഴും തടസ്സങ്ങളാൽ നിറഞ്ഞതാണ്. ഏറ്റവും ദൃഢനിശ്ചയമുള്ള സംരംഭകരുടെ പോലും ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കുന്ന വെല്ലുവിളികൾ. ഈ സംഭവത്തിൽ നിന്ന് കേരളം പാഠം പഠിച്ച് സമീപനം പരിഷ്കരിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. അതോ ഉദ്യോഗസ്ഥ യുദ്ധങ്ങളുടെ മുറിവുകൾ സാധ്യതയുള്ള നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നത് തുടരുമോ? ബിസിനസ് ലോകം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കിറ്റെക്സിന്റെ യാത്രയിൽ നിന്നുള്ള പാഠങ്ങൾ അനിവാര്യമായ മാറ്റത്തിന് കാരണമാകുമോ എന്ന് കാലം മാത്രമേ പറയൂ. കിറ്റെക്സിന്റെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഒരു വലിയ വ്യവസ്ഥാപരമായ വെല്ലുവിളിയുടെ പ്രതിഫലനമാണ്. പതിറ്റാണ്ടുകളായി ഉയർന്ന സാക്ഷരതാ നിരക്കുകൾ, പുരോഗമനപരമായ സാമൂഹിക നയങ്ങൾ, ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗം എന്നിവയാൽ കേരളം ആഘോഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഒരു ബിസിനസ് സൗഹൃദ അന്തരീക്ഷം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം ഒരു വിരോധാഭാസത്തെ നേരിടുന്നു. കടലാസിൽ കേരളം ശക്തമായ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചാൽ പല ബിസിനസ് ഉടമകളിൽ നിന്നും നിങ്ങൾക്ക് നിരാശ കേൾക്കാനാകും. പിന്തുണയേക്കാൾ നിയന്ത്രണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സങ്കീർണമായ നിയമങ്ങളുടെ ഒരു കുഴപ്പത്തിൽ അവർ കുടുങ്ങിയതായി തോന്നുന്നു. പരിശോധനകൾ, പെർമിറ്റുകൾ, അനന്തമായ പേപ്പർ വർക്കുകൾ എന്നിവയുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കൂമ്പാരത്തിനടിയിൽ കുഴിച്ചിടപ്പെടുന്ന ഒരു മികച്ച ആശയമുണ്ടെന്ന് സങ്കല്പിക്കുക. ബിസിനസ് സമൂഹത്തിലെ പലർക്കും കിറ്റെക്സ് എപ്പിസോഡ് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. അതെ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കേരളം മികവ് പുലർത്തുന്നു. അത് ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ ബിസിനസ്സുകൾക്ക് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ പരാജയപ്പെടാൻ തുടങ്ങുന്നത് അവിടെയാണ്. പലപ്പോഴും സംരംഭകർക്ക് തോന്നുന്നത് അവർ എല്ലാ വഴികളിലും ഇടപെടലിനെതിരെ പോരാടുന്നുണ്ടെന്നാണ്. ചുറ്റും നോക്കൂ, രാജ്യമെമ്പാടും നമ്മളൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ കാര്യക്ഷമമായ പ്രക്രിയകളിലൂടെയും ആകർഷകമായ പ്രോത്സാഹനങ്ങളിലൂടെയും നിക്ഷേപകരെ ആകർഷിക്കാൻ മുൻകൈയെടുക്കുന്നു. ഇതിന് വിപരീതമായി ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളും കർശനമായ നിയന്ത്രണങ്ങളുമുള്ള കേരളത്തിന്റെ സമീപനം പലപ്പോഴും സംരംഭകരെ നിരാശരാക്കുന്നു. ഇത് ഒരു കമ്പനിയുടെ വിടവാങ്ങലിനെ കുറിച്ചല്ല, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. പരിസ്ഥിതി വളർച്ചയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ നൂതന ആശയങ്ങൾ ഒരിക്കലും വെളിച്ചം കാണാത്ത ഒരു നിശബ്ദ ബുദ്ധിശൂന്യത. ഇതിന്റെ അനന്തരഫലങ്ങൾ വ്യാപകമാകാം. തൊഴിലവസരങ്ങൾ കുറയുന്നു, സാമ്പത്തിക പുരോഗതി മന്ദഗതിയിലാകുന്നു, മറ്റെവിടെയെങ്കിലും മികച്ച അവസരങ്ങൾക്കായി തിരയുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതാണ് പ്രധാന കാര്യം. ഈ നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങൾ തീർച്ചയായും അവ ന്യായമായിരിക്കാം. പക്ഷെ നടപ്പാക്കുന്നതിലോ? അവിടെയാണ് കാര്യങ്ങൾ തകരുന്നത്. ചിലപ്പോൾ സുരക്ഷയിലും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവഗണിക്കുന്നു. ബിസിനസ് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത. കിറ്റെക്സിന്റെ പ്രത്യാഘാതങ്ങൾ
സർക്കാർ, വ്യവസായ പ്രമുഖർ, പൊതുജനങ്ങൾ എന്നിവർക്കിടയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ആവശ്യമായ മേൽനോട്ടത്തിനും സംരംഭക സ്വാതന്ത്ര്യത്തിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ പുനഃപരിശോധിക്കണമെന്ന് അടിയന്തരമായി ആവശ്യപ്പെടുന്നു. ഇന്നത്തെ അതിവേഗ ലോകത്ത് മത്സരം രൂക്ഷമാണ്. പുതിയ ആശയങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അവ വിജയത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഏതൊരു സംസ്ഥാനവും ബിസിനസ്സുകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും വളരാനും വലിയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ്? ഒരുപക്ഷെ കേരളവും കൂടുതൽ ആധുനികവും ബിസിനസ് കേന്ദ്രീകൃതവുമായ ഒരു സമീപനം സ്വീകരിക്കേണ്ട സമയമായി. സംസ്ഥാനത്തിന്റെ സാമൂഹിക ധാർമ്മികത നിലനിർത്തുന്നതിനൊപ്പം പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ കുറയ്ക്കുകയും വേണം. ഇവിടെ പാഠം വ്യക്തമാണ്. കേരളത്തിന് അതിന്റെ മികവിന്റെ പാരമ്പര്യം തുടരണമെങ്കിൽ അത് വികസിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇന്നത്തെ വിജയഗാഥകൾ നാളത്തെ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി മാറിയേക്കാം. അവസാനം കിറ്റെക്സിന്റെ കഥ വെറും ഒരു വസ്ത്ര കമ്പനിയെക്കുറിച്ചല്ല. ആധുനിക ഇന്ത്യയിൽ ബിസിനസ്സും ഭരണവും എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഘടനയെക്കുറിച്ചാണ്. കാലഹരണപ്പെട്ട മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യത്തെയും മികച്ച അവസരങ്ങൾ തേടാനുള്ള സ്ഥിരോത്സാഹത്തെയും കുറിച്ചാണിത്. ഒരിക്കൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അടിത്തറ പാകിയ ഒരു സംസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംരംഭകർക്കും നിയമനിർമ്മാതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ചില വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. നമ്മൾ എങ്ങനെയുള്ള ഭാവി കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു? നിയന്ത്രണത്തിനും നവീകരണത്തിനും ഇടയിൽ ശരിയായ സന്തുലിതാവസ്ഥ എങ്ങനെ കൈവരിക്കാം? ആവേശകരവും സ്വാഗതാർഹവും ബിസിനസ്സിന് നല്ലതുമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ? കേരളത്തിന്റെ നിയമങ്ങൾ അതിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? ഇതിനെ വീണ്ടും നവീകരണത്തിന്റെ ഒരു യഥാർത്ഥ കേന്ദ്രമാക്കാൻ നിങ്ങൾ എന്ത് മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു? ഈ ആഴത്തിലുള്ള പര്യവേക്ഷണം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ദയവായി ഒരു ലൈക്ക് നൽകുക. കൂടാതെ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. ബിസിനസ്, സമൂഹം, നമ്മുടെ ലോകത്തെ സ്വാധീനിക്കുന്ന യഥാർത്ഥ ജീവിത കഥകൾ എന്നിവ തമ്മിലുള്ള ബന്ധങ്ങൾ പര്യവേഷണം ചെയ്യുന്ന കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രഞ്ജിത് കൃഷ്ണൻ, സൈനിങ് ഓഫ്.